ഹായ് മക്കളെ, എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ആദ്യം കൃത്യമായിട്ടൊന്ന് ചോദ്യം വായിച്ചു നോക്കാം. ഇൻ ദി ഫിഗർ AD is the diameter of the circle. The central angle of arc APB is 80 degree and angle DAC equal to 30 degree. ചിത്രത്തിൽ ചാപം APB യുടെ കേന്ദ്രകോൺ 80 ഡിഗ്രിയും കോൺ DAC സമം 30 ഡിഗ്രിയും AD വൃത്തത്തിന്റെ വ്യാസവുമായാൽ ഇവിടെ മൂന്ന് ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ACB കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ CAB കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്, ആംഗിൾ ABC കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അവിടെ ഒരു ആംഗിൾ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, DAC is equal to 30 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഫിഗർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഏതൊക്കെ ആംഗിളുകളാണോ ഏതൊക്കെ കോണുകളാണോ കണ്ടുപിടിക്കേണ്ടത്, ആ കണ്ടുപിടിക്കേണ്ട ആംഗിൾസ് ആദ്യം തന്നെ ഫിഗറിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഏതൊക്കെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ACB കണ്ടുപിടിക്കണം. അത് ഞാനൊന്ന് ഫിഗറിൽ മാർക്ക് ചെയ്യുന്നു. ആംഗിൾ ACB എനിക്ക് കണ്ടുപിടിക്കണം. ആംഗിൾ CAB എനിക്ക് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ആംഗിൾ ആണ്. ആംഗിൾ CAB കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ABC എന്ന കോണ് കൂടി കണ്ടുപിടിക്കണം. അതായത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ABC എന്ന് പറയുന്ന ത്രികോണം ഉണ്ട്, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. അതിലെ മൂന്ന് ആംഗിളുകളും എനിക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് APB ഈസ് 80 ഡിഗ്രി. APB എന്ന ചാപം APB യുടെ കേന്ദ്രകോൺ 80 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ACBയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതാണൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ, കൃത്യമായിട്ട് ആ ACB എന്ന് പറയുന്ന ആംഗിൾ നോക്കുക. ACB എന്ന് പറയുന്ന ആംഗിള് AB എന്ന ചാപം, AB എന്ന ആർക്ക്, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാപം, ഇതാണ് ചാപം. AB എന്ന് പറയുന്ന ഒരു ചാപം, AB എന്ന് പറയുന്ന ഒരു ആർക്ക്, ആ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക്. എന്താണ് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ? സർക്കിളിൽ ഒരു ആർക്ക് കൺസിഡർ ചെയ്താൽ ബാക്കി മൊത്തം പാർട്ടിന് നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് പറയുക. ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും, ഹാഫ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ACB എന്ന് പറയുന്ന ആംഗിള്, ACB എന്ന് പറയുന്ന ഈ ആംഗിള്, ഇത് AB എന്ന് പറയുന്ന ആർക്ക്, AB എന്ന് പറയുന്ന ചാപം ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പൊ അത് AB യുടെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇവിടെ APB യുടെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ AB യുടെ സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രിയാണ്. അതുകൊണ്ട് ACB അതിന്റെ പകുതിയായിരിക്കും. അങ്ങനെ എനിക്ക് ഒന്നാമത്തെ ആൻസർ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 40 ഡിഗ്രിയാണ് എന്ന് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് CAB? എങ്ങനെയാണ് മക്കളെ CAB കണ്ടുപിടിക്കാം? ഇതാണ് CAB എന്ന് പറയുന്ന ആംഗിൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ഫിഗറിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ നോക്കാം. ചിത്രത്തിൽ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് AD is the diameter of the circle. AD വൃത്തത്തിന്റെ വ്യാസമാണ്. നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോണ് എത്ര ഡിഗ്രിയാണ്? അർദ്ധവൃത്തത്തിലെ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി എന്നറിയും. അപ്പൊ അങ്ങനെ ഒരു ആംഗിൾ ഈ ചിത്രത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഏതാണ് ആംഗിള്? AD ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ACD എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ACD 90 ഡിഗ്രിയാണ്. പക്ഷെ ACD അല്ല എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ACD 90 ഡിഗ്രിയാണ് എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും BCD എന്ന് പറയുന്ന ആംഗിള്? കൃത്യമായിട്ട് ഫിഗർ ശ്രദ്ധിക്കാം. എന്തായിരിക്കും BCD എന്ന് പറയുന്ന ആംഗിള്? എന്തായിരിക്കും BCD എന്ന് പറയുന്ന ആംഗിള്? BCD എന്ന് പറയുന്ന ആംഗിള് 40 പ്ലസ് 90, അതായത് 130 ഡിഗ്രിയാണ് കിട്ടുക. 40 പ്ലസ് 90 ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി എന്ന് കിട്ടുന്നു. BCD കിട്ടുന്നു. എനിക്ക് BCD അല്ല കണ്ടുപിടിക്കേണ്ട ആംഗിള് CAB ആണ്. ഇനി ഇവിടെ ABCD എന്ന് പറയുന്ന ഒരു ക്വാർട്ടർലാറ്ററൽ ഉണ്ട്, ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജം ഉണ്ട്. ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത? ഈ ചതുർഭുജം എന്താണ്? സൈക്ലിക് ക്വാർട്ടർലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. ഒരു ക്വാർട്ടർലാറ്ററലിന്റെ 4 വെർട്ടീസസും ഈ 4 വെർട്ടീസസ് ഓഫ് ക്വാർട്ടർലാറ്ററൽ ആർ
ഓൺ എ സർക്കിൾ സച്ച് എ ക്വാഡ്രിലാറ്ററൽ ഈസ് കോൾഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും വൃത്തത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ചതുർഭുജത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക, 180 ഡിഗ്രിയാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇതില് ഈ എ ബി സി ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിളായി വരുന്നത് ആംഗിൾ എയും ആംഗിൾ സിയുമാണ് ഓപ്പോസിറ്റ് ആംഗിളായി വരിക. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. എയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അതിൽ സി എം ആംഗിൾ അഥവാ ബി സി ഡി എന്ന് പറയുന്ന ആംഗിള് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുണ്ട്? 130 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സിയും എയും കൂട്ടിയാൽ 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ആംഗിൾ എ എന്ന് പറയുന്നത്? എത്രയായിരിക്കും? ആംഗിൾ എ 50 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി ആണ്. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പോ ഈ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഈ ക്വാഡ്രിലാറ്ററലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ വലിയ ക്വാഡ്രിലാറ്ററലാണ് നോക്കേണ്ടത്. ഈ വലിയ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന വലിയ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാം. അതിൽ സി എന്ന ആംഗിൾ എനിക്ക് 130 കിട്ടിയിട്ടുണ്ട്. അപ്പൊ എ എന്ന മൊത്തം ആംഗിൾ എനിക്ക് 50 കിട്ടുന്നുണ്ട്. എ ഇസ് ഈക്വൽ ടു 50. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സി എ ബി? എന്തായിരിക്കും സി എ ബി? സി എ ബി എത്രയായിരിക്കും? എ എന്ന് പറയുന്ന ആംഗിൾ മൊത്തം 50 ആണ്. നമുക്ക് സി എന്ന ആംഗിൾ 130 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന ആംഗിള് എ എന്ന ആംഗിള് മൊത്തം 50 ആണ്. എ എന്ന ആംഗിള് മൊത്തം 50 ആണ് കിട്ടുക. സി എ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? അതായത് എ എന്ന ആംഗിൾ മൊത്തം 50 ആണ്. അങ്ങനെയാണെങ്കിൽ സി എ ബി എന്ന് പറയുന്ന ആംഗിള് എനിക്ക് എത്ര കിട്ടുന്നു? 20 ഡിഗ്രിയാണ് കിട്ടുക. സി എ ബി എന്ന് പറയുന്ന ആംഗിൾ എനിക്ക് 20 ഡിഗ്രിയാണ് എന്ന് കിട്ടുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത ഏത് ആംഗിളാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്? എന്താണ് ആംഗിൾ എ ബി സി? എന്നും കൂടി കണ്ടുപിടിക്കണം. ആ ഫിഗർ ഞാൻ ഒന്നും കൂടി വരക്കാം. ഇങ്ങനെയാണ് ആ ഫിഗർ വരിക. ആ ചിത്രത്തെ ഒന്നും കൂടി നോക്കാം. എ ബി സി ഇതാണ് ട്രയാങ്കിള്. അതിൽ ഇവിടെയുള്ള ആംഗിള് നമുക്ക് ഓൾറെഡി എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെയുള്ള ആംഗിള് നമുക്ക് 20 ഡിഗ്രിയാണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ആംഗിള് ഇപ്പുറം ഭാഗത്തുള്ള ആംഗിള് നമുക്ക് 40 ഡിഗ്രിയാണ് എന്ന് കിട്ടിയിട്ടുണ്ട്. 20 ഡിഗ്രി 40 ഡിഗ്രി 20 + 40 = 60. ഒരു ട്രയാങ്കിളിന്റെ ഏത് ട്രയാങ്കിളിന്റെയും സം ഓഫ് 3 ആംഗിൾ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അപ്പൊ 120 140 രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? 60 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബീസ് തേർഡ് ആംഗിൾ? ഏതായിരിക്കും മൂന്നാമത്തെ ആംഗിള് എന്ന് പറഞ്ഞാൽ 180 മൈനസ് 20 + 60 20 + 40 is equal to 20 + 40 is equal to അതായത് 180 മൈനസ് 60 is equal to 120 ഡിഗ്രി എന്നാണ് കിട്ടുക. 120 ഡിഗ്രി എന്നാണ് കിട്ടുക. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ ആംഗിളും കൂടി കിട്ടുന്നു 120 ഡിഗ്രി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.